ചെറിയ കുട്ടികളുടെ വീട്ടിൽ ധാരാളം അമൃതപ്പൊടി ഉണ്ടാവും. അമൃതപ്പൊടി സാധാരണ രീതിയിൽ വിരകി കൊടുത്താൽ കുട്ടികൾ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അമൃതപ്പൊടി ഉപയോഗിച്ചിട്ട് ഞാനിന്ന് സോനാപ്പപ്പടി ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 100 ml നെയ്യ് ഇട്ട് കൊടുത്തു. ഞാൻ മിൽമ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നെയ്യ് ഉരുകിയതിന് ശേഷം അതിലേക്ക് നമ്മൾ 1 കപ്പോളം അമൃതപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നെയ്യും അമൃതപ്പൊടിയും നല്ലോണം ഇളക്കി എടുക്കാം നമുക്ക്. നെയ്യും അമൃതപ്പൊടിയും നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ചത് കുറച്ച് മതി കേട്ടോ. അങ്ങനെ അത് മൂന്നും നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മതി, കുറച്ച് പാലും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. എന്നതിന് ശേഷം നമ്മൾ 3 ടീസ്പൂൺ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ഇത് ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇത്രേ ഉള്ളൂ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ. നമ്മുടെ സാധനം ഇവിടെ പാകമായിട്ടുണ്ട്. സോനാപ്പപ്പടി തയ്യാറാവാനുള്ള പ്രധാന പരിപാടികൾ കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഒരു സ്ക്വയർ ഷേപ്പുള്ള പാത്രമാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതാക്കണ ഈ വട്ടപ്പാത്രമാണ് എടുത്തത്. എന്നിട്ടൊന്ന് നല്ലോണം സ്പൂൺ വെച്ചിട്ട് നമ്മൾ മിനുസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ രീതിയിൽ നമ്മളൊന്ന് മേലെ കൂടെ വരഞ്ഞു കൊടുക്കാം. എനിക്ക് ചതുരത്തിലാണ് വേണ്ടിയത്. അങ്ങനെ കട്ട് ചെയ്യാൻ പാകത്തിന് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 മണിക്കൂർ ഫ്രീസ് ചെയ്തതാക്കണം നമ്മുടെ സോനാപ്പപ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ സോനാപ്പപ്പടി തയ്യാറായിട്ടുണ്ട്. എൻ്റെ മോനിത് ഭയങ്കര ഇഷ്ടമായിട്ടോ, അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും ഇത്, കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് അംഗനവാടിയിൽ പോഷകാഹാരം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പല അമ്മമാർ പല വിധത്തിലുള്ള ഫുഡുകൾ കൊണ്ടുവന്നിരുന്നു. അതിൽ അമൃതപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഒറ്റ ഐറ്റം ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെ ഇന്ന് എന്താ പറയുക, ഭയങ്കര സന്തോഷം അങ്ങനെ വെറൈറ്റി ഒരു ഡിഷ് ഉണ്ടാക്കിയതിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്